അമേരിക്കയിലെ അലസ്ക എന്ന പ്രദേശത്തെ വെച്ച് ഇറാനെയും അറേബ്യൻ രാജ്യങ്ങളെയും പൂട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചത്. ഇപ്പം നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് അതൊരു സാധാ യുദ്ധമല്ല, അതൊരു എക്കണോമിക്കൽ യുദ്ധം കൂടിയാണ്. മുൻകാലങ്ങളിലൊക്കെ ആലോചിച്ച് ക്രോഡീകരിച്ച് സംവിധാനിച്ച് നടത്തപ്പെടുന്ന ഒരു യുദ്ധമാണ്. സംഭവം ഇസ്രായേലിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഈ യുദ്ധം അമേരിക്കക്കും അനിവാര്യമായിരുന്നു. പാളിപ്പോയി എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ അവരുദ്ദേശിക്കുന്ന കാര്യം ലോകത്താകമാനമുള്ള പെട്രോളിയം നിയന്ത്രിക്കുന്ന സംവിധാനം അമേരിക്കയിലേക്ക് വരണം എന്ന് എല്ലാ കാലത്തും അമേരിക്ക ആഗ്രഹിച്ചിരുന്നു. നമ്മൾ പറയുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അമേരിക്കയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും അതിന് ശേഷമേ വരുന്നുള്ളൂ. അതിൽ മെക്സിക്കോ, അലാസ്ക, ടെക്സസ്, ഒക്ലോഹോമ, വയോമിങ്, ലൂസിയാന, കാലിഫോർണിയ, കൊളറാഡോ എന്നീ പ്രധാനമായിരിക്കുന്ന പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ ഈ എടുത്താലും തീരാത്ത അത്രക്ക് താഴ്ചയിലുള്ള പെട്രോളുള്ള രാജ്യം പ്രദേശം എന്ന് പറയുന്നത് അലാസ്ക ആണ്. അലാസ്കയിൽ ഉൽപാദനം കൂടുതലുണ്ടെങ്കിൽ പോലും അതിനൊരു നിയന്ത്രണമുണ്ട്. ആ നിയന്ത്രണം എടുത്തു കളഞ്ഞുകൊണ്ട് വൻതോതിൽ അനിയന്ത്രിതമായ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അമേരിക്കയുടെ പെട്രോളിയം വാങ്ങാൻ വേണ്ടിയിട്ട് കൂടുതൽ രാജ്യങ്ങൾ വരും. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് നിയന്ത്രണം ഏർപ്പെടുത്താം എന്നുള്ളത്, അതായത് പ്രത്യേകിച്ച് അറേബ്യൻ രാജ്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഇത് ഇന്നോ നാളെയോ എന്നുള്ളതല്ല, പതിറ്റാണ്ടുകൾ ഒരു പക്ഷേ എടുക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു ഉദ്ദേശ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് എന്ന് ചുരുക്കം. 2025 13.6 മില്യൺ ബാരൽ പെർ ഡേ അവർ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ലോകത്ത് 1ാം സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട്. ആ ഓരോരോ വർഷത്തെ പ്രത്യേകം കണക്കെടുക്കുന്ന സമയത്ത് നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും. 4 മില്യൺ ബാരൽ കയറ്റുമതി ചെയ്തു. ആ കാലത്തെല്ലാം പറയുന്നത് 140-ലധികം രാജ്യങ്ങളിലേക്ക് നിലവിലെ സാഹചര്യത്തിൽ കയറ്റുമതി നടത്തുന്നുണ്ട്. 2024 $118 ബില്യൺ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് 2024 വർഷത്തിൽ തന്നെ. 2025 ലിസ്റ്റ് പുറത്ത് വന്നിട്ടില്ല. പെർ ഇയർ 130 മുതൽ 180 മില്യൺ ഡോളറാണ് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക വാരിക്കൂട്ടുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ലാഭവീതങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ട് എന്ന് ചുരുക്കം. പക്ഷെ അവിടെ ഒരു വിഷയം വരുന്നത്, എന്നിട്ടും അറേബ്യൻ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധസമാന സാഹചര്യം ഉണ്ടായ സമയത്ത് അമേരിക്കയിൽ എങ്ങനെ പെട്രോളിയത്തിന് വില കൂടി എന്നൊരു പ്രധാന ചോദ്യം ഇവിടെ ബാക്കിയുണ്ട്. നമുക്ക് ആ വിഷയത്തിലോട്ട് കടക്കാം. അതിനോടനുബന്ധിച്ച് നമ്മൾ ഒരു ടൂർ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് സംസാരിക്കുന്നത്. ഡൽഹി യാത്ര എന്ന് പറഞ്ഞ ഒരു ഫാമിലി പാക്കേജാണ്. എൻ്റെ സുഹൃത്തുക്കളോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് പോകുന്ന ഒരു ഫാമിലി യാത്രയാണ്. ഏകദേശം ഒരു 10 മുതൽ 15 ദിവസം വരെ. ഡൽഹി പ്രധാനമായിരിക്കുന്ന താജ്മഹൽ, കുത്തുബ് മിനാർ, ഡൽഹി ഗേറ്റ്, പാർലമെൻറ്റ്, രാഷ്ട്രപതി ഭവന്, പിന്നെ പഞ്ചാബിൻ്റെ അതിർത്തി, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് പോകാൻ ഒരു സാഹചര്യ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചില സമയത്തൊക്കെ അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പ്രവേശനം നിരോധിക്കുന്ന അല്ലെങ്കിൽ തടയപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അതിർത്തിയിലേക്ക് പ്രവേശനം ഉണ്ടാവും. അതൊക്കെ അന്വേഷിച്ചിട്ട് പറ്റുവാണെങ്കിൽ അവിടേക്ക് പോകുന്ന ഒരു ടൂർ പാക്കേജാണ്. വിത്ത് ഫാമിലിയാണ്, സെപ്പറേറ്റ് ഉള്ള ആളല്ല. അങ്ങനെ ഫാമിലിക്ക് നമ്മളോടൊപ്പം ചേർന്ന് യാത്ര ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ബന്ധപ്പെടുക. തൊട്ടടുത്ത ദിവസം ഒരു വെക്കേഷൻ ടൈമാണല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഫാമിലി ടൂറായിട്ട് ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചത്. ട്രെയിനിലായിരിക്കും യാത്ര ഉണ്ടാവുക. ഇനി ഫ്ലൈറ്റിലാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. അത് കൂടിയിരുന്ന് ആലോചിച്ച് ഒരു തീരുമാനമാക്കിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുക. അത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അതിലൂടെ ഇങ്ങനെ പറയുന്നതാണ്. ആർക്കെങ്കിലും വിത്ത് ഫാമിലി ആയിട്ട് നമ്മോടൊപ്പം അങ്ങനെ ഒരു ഡൽഹി യാത്രക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ ബന്ധപ്പെടണം എന്നുകൂടി അറിയിക്കുകയാണ്. നമ്മൾ പറയുന്ന കാര്യം, ഈ 1800 ഈ പറയപ്പെട്ട അലാസ്ക എന്ന് പറയുന്ന പ്രദേശം അല്ലെങ്കിൽ ആ നഗരം യഥാർത്ഥത്തിൽ റഷ്യയുടേതായിരുന്നു. 1867 റഷ്യയിൽ നിന്ന് അമേരിക്ക അത് വിലക്ക് വാങ്ങുന്നത്. അന്ന് വലിയ രീതിയിലുള്ള വിമർശനം അമേരിക്കക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ ആഹ്ലാദമായിരുന്നു ആ വിറ്റ് കഴിഞ്ഞ് പോയല്ലോ എന്നുള്ളത്. $7.2 മില്യൺ 1867 കാലഘട്ടത്തിൽ അലാസ്ക എന്ന് പറയുന്ന പ്രദേശം അമേരിക്ക റഷ്യയിൽ നിന്ന് വിലക്ക് വാങ്ങുന്നത്. പിന്നീടാണ് സ്വർണ്ണ, എണ്ണ, പ്രകൃതി വിഭവങ്ങൾ നിറഞ്ഞ പ്രദേശമാണെന്ന് കണ്ടെത്തിയത്. അതോടുകൂടി റഷ്യക്ക് മനസ്സിലായി മണ്ടത്തരമായി ഇപ്പോൾ ഈ ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇവിടെ റഷ്യയുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഷ്യക്ക് വളരെ അടുത്തുള്ള പ്രദേശമാണ്. ആർട്ടിക് മേഖലയുടെ നിയന്ത്രിക്കാൻ മാത്രം പാകത്തിലുള്ളതാണ് ഈ പ്രദേശത്തിൻ്റെ ഭൂമിഘടന എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രജ്ഞന്മാരുടെ അഭിപ്രായം. ഏഷ്യ,
ഏഷ്യയും അമേരിക്കയും വ്യോമപാതയുടെ മധ്യത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കുറേ ഗുണങ്ങൾ അവർക്കുണ്ട് എന്ന് ചുരുക്കം. അലാസ്ക അമേരിക്കയുടെ പ്രധാന എണ്ണ ഉൽപ്പാദന കേന്ദ്രത്തിൽ ഒന്നായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും വലിയ ഈ മത്സ്യബന്ധനവും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. 88 കിലോമീറ്റർ ദൂരമാണ് റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്നുള്ള ദൂരപരിധി. അപ്പോൾ നോക്കണം, മറ്റൊരു ഭാഗത്ത് നോക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബറിങ് കടലിടുക്ക് എന്ന് പറയുന്ന സ്ഥലം മധ്യത്തിൽ വരുന്നുണ്ട്. ബറിങ് കടലിടുക്ക് അത് കടന്നു എവിടെ എത്തി? റഷ്യയിൽ നിന്ന് അമേരിക്കയിലെത്തി. ഏറ്റവും ചെറിയ ഭാഗത്ത് ഇവിടേക്കുള്ള ദൂരം, അതായത് റഷ്യയിൽ നിന്ന് അമേരിക്കയിലുള്ള ദൂരം 4 കിലോമീറ്റർ, വെറും 4 കിലോമീറ്റർ. അപ്പോൾ അമേരിക്കയും റഷ്യയും ഒക്കെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ നേർക്കുനേർ യുദ്ധം ചെയ്യേണ്ട ഒരു സ്ഥിതി വളരെ എളുപ്പത്തിൽ സാധിക്കും. ആ തരത്തിലാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട പ്രദേശത്തിൻ്റെ ഘടന എന്ന് ചുരുക്കം. ഇപ്പോൾ ഇസ്രായേലിനെ ആക്രമിക്കുക 2000 കിലോമീറ്റർ പരിധി നിന്നിട്ടാണ് ആക്രമിക്കുന്നത്. അപ്പോൾ 4 കിലോമീറ്റർ പരിധി നിന്നുകൊണ്ട് 2 ലോക ശക്തി രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഭയാനകരത ഭയങ്കരമായിരിക്കും. ഇതൊരു അവസാനത്തെ അതിർത്തി ആയിട്ടാണ് കണക്കാക്കുക. അതായത് അമേരിക്കയുടെ ഏറ്റവും വലിയ സംസ്ഥാനമാണ്, ജനസംഖ്യ കുറവാണ്, 7.4 ലക്ഷമാണ് ഇവിടുത്തെ ജനസംഖ്യ പറയുന്നത്. അമേരിക്കയുടെ ഭൂമിയുടെ അതിര് അല്ല, ഭൂമിയുടെ ആയിട്ട് അതിര് ബന്ധപ്പെട്ടതല്ല, ദ്വീപ് പോലെയാണ്. ഒരു ഭാഗത്ത് ദ്വീപ് പോലെയും ഒരു ഭാഗത്ത് കാനഡയുടെ ഇടയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഒരു ഭാഗം കാനഡയിലേക്ക് എത്തുന്ന രീതിയിലാണ് കാണുന്നത്. ഭൂരിഭാഗം ഭൂപ്രദേശവും ദ്വീപും ചേർന്ന് സംയുക്തമായിരിക്കുന്ന ഒരു പ്രദേശമായിട്ടാണ് ഇതിനറിയപ്പെടുന്നത് എന്ന് ചുരുക്കം. ഇപ്പോഴത്തെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ സമയത്ത് 7 ആഴ്ച യുദ്ധം നടന്നു. 2800 മുതൽ 3500 കോടി ഡോളർ എങ്കിലും ഇപ്പോൾ ചിലവായിട്ടുണ്ട് എന്നുള്ളത്. 9425 കോടി ഡോളറാണ്, കോടി രൂപയാണ് ഇന്ത്യൻ കറൻസി കണക്കാക്കുന്നത്. 9425 കോടി ഇന്ത്യൻ രൂപയാണ് ഒരു ദിവസം ചിലവ് കണക്കാക്കുന്നത്. അപ്പോൾ ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഇതിന് ചിലവ് കണക്കാക്കുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് എത്ര വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായാലും ഇറാനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലോ ഇറാനെ അട്ടിമറിക്കുന്ന രീതിയിലോ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ പിന്നീട് ജീവിതാവസാനം വരെ, ലോകാവസാനം വരെ അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറാൻ്റെ ഈ പറയപ്പെട്ട ഹോർമുസ് കടലടക്കമുള്ള സംവിധാനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റും. പരിധി കഴിഞ്ഞാൽ അമേരിക്കക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ചുങ്കം വാങ്ങാൻ പറ്റും. ഈ മേഖല ഇപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ്, കടന്നു പോകണം, ഞങ്ങൾ ചുങ്കം വേണം എന്ന് പറയുക മാത്രമല്ല, ചുങ്കത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. തോത് വർദ്ധിപ്പിക്കുന്ന സമയത്ത് ഗുണം എന്താണ്? അമേരിക്കയിൽ നിർമ്മിക്കുന്ന പെട്രോളിയം രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ടോള് കൊടുത്തുകൊണ്ട് നീങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഒരു ബാരലിൻ്റെ വിലയും നേരിട്ട് കൊണ്ട് അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ ബാരലിൻ്റെ എണ്ണം കണക്കൊക്കെ കൂട്ടുന്ന സമയത്ത് അമേരിക്ക എന്ത് ചെയ്യും? കച്ചവട ലാഭത്തിന് വേണ്ടിയിട്ട് അവിടെ ബാരലിൻ്റെ സംഖ്യ കുറക്കും, ഇവിടെ ടോള് കൂട്ടുകയും ചെയ്യും. പെട്രോളിയത്തിൻ്റെ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഏറെക്കുറെ ലോകാടിസ്ഥാനത്തിൽ ഒരു ഏകോപനമുണ്ട് എന്നതിനാൽ പെട്രോളിയത്തിൻ്റെ അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ മൊത്തത്തിലുള്ള വില കൂട്ടാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുകയില്ല. അത് എന്ത് ചെയ്യില്ല? അറേബ്യൻ രാജ്യങ്ങൾ കൂട്ടുകയില്ല. പകരം എന്ത് ചെയ്യും? ടോള് കൂട്ടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അങ്ങനെ അവരുടെ ഉൽപ്പാദനം അല്ലെങ്കിൽ അവർ ഉൽപ്പാദിപ്പിക്കുന്നത് ലോക വിപണിയിൽ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്താനുള്ള തന്ത്രപരമായിരിക്കുന്ന നീക്കവും അമേരിക്ക നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ ആ സമയത്ത് എന്താവും? സാമ്പത്തിക രംഗത്ത് തകർച്ചയുണ്ട്. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഉയർച്ചകൾ ഏറ്റവും അടിസ്ഥാനമായിരിക്കുന്ന ഘടകം എന്താ? പെട്രോളിയം, വേറൊന്നുമല്ല. ആ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ വിൽക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ ചെലവ് കുറഞ്ഞിട്ട് അവർക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. നിർമ്മാണം മാത്രമല്ല, കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ കിണറുകളുള്ളത് വെനിസുലയിലാണ്. വെനിസുലയിലെ പ്രശ്നം എന്ന് പറയുന്നത് ഉൽപ്പാദനത്തിന് അല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ല കുഴിച്ചെടുക്കുന്ന സമയത്ത് അതിന് ചിലവ് കൂടുന്ന സമയത്ത് പെട്രോളിയത്തിൻ്റെ വില കൂടും. അപ്പോൾ വില വർദ്ധിക്കാത്ത രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പറ്റും. അത് ഒരു പരിധി വരെ അമേരിക്കയെ പറ്റും. പക്ഷേ അമേരിക്കയുടെ പെട്രോളിയം ഈ ഗൾഫ് രാജ്യങ്ങൾ എടുക്കുന്ന പെട്രോളിയത്തിൻ്റെ അത്ര തന്നെ ഗുണമല്ല എന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇത് ഡിമാൻഡ് ഉള്ളതാണെങ്കിൽ പോലും വില കൂടുകയാണെങ്കിൽ വില കുറഞ്ഞതിലേക്ക് ലോകരാജ്യങ്ങൾ പോവുക സ്വാഭാവികമാണ്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ ഒരു നിയന്ത്രണം കൂടി അമേരിക്കയുടെ കൈവശത്തിൽ വന്നാൽ മിഡിൽ ഈസ്റ്റ് അപ്പാടെ തന്നെ നിയന്ത്രിക്കാൻ പറ്റും. കാരണം ഇറാൻ എന്ന് പറയുന്ന ശക്തി ക്ഷയിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ പിന്നെ അമേരിക്കയുമായിട്ട് നേർക്കുനേരെ ഏറ്റുമുട്ടാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരു ലോകശക്തിയും നിലവിലില്ല. റഷ്യ, ചൈന പോലും പറഞ്ഞിട്ടില്ല. റഷ്യയും ചൈനയൊക്കെ ഇറാനെ സഹായിക്കുന്നുണ്ട്, അതിൻ്റെ ഗുണം ഇറാന് കിട്ടുന്നുണ്ട്, അതിൻ്റെ പ്രയാസം അമേരിക്ക അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഞങ്ങൾ നേർക്കുനേരെ അമേരിക്കയുമായിട്ട് യുദ്ധത്തിനാണ് എന്ന് ചൈന പറഞ്ഞിട്ടില്ല, റഷ്യ പറഞ്ഞിട്ടില്ല, മറ്റേതെങ്കിലും തുർക്കി അടക്കമുള്ള മറ്റേതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ അതും പറഞ്ഞിട്ടില്ല. എന്നാൽ ഇറാൻ ഇപ്പോഴും പറഞ്ഞു യുദ്ധത്തിന് വരൂ, ഞങ്ങൾ വരാൻ പോകുന്ന 5 വർഷത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാന കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്.
ഇപ്പം ഞങ്ങൾക്ക് ഭയത്തിൻ്റെ കാര്യമൊന്നുമില്ല. എന്നാൽ അമേരിക്ക എന്ത് ചെയ്യുന്നു? എങ്ങനെ യുദ്ധം അവസാനിപ്പിക്കൂ, ഞങ്ങൾ സഹകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ പിറകെ നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ലോക രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ പെട്രോളിയമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയന്ത്രണം കൂടി ഉണ്ടാവുകയും ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികപരമായിട്ട് തകർക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നൊരു സാഹചര്യം വന്നാൽ ലോകത്തിലെ ഭീമന്മാരായ രാജ്യമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്ക മാറും. പിന്നീട് റഷ്യക്കും ചൈനക്കും കാര്യമായിട്ട് വലിയ രീതിയിലുള്ള ഒരു അംഗീകാര സ്വാധീനം ഒന്നും ഉണ്ടാവില്ല. കാരണം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കും. അമേരിക്ക എപ്പോഴും ചെയ്യാറുള്ള അങ്ങനെയാണ്, കൂട്ടത്തോടു കൂടിയല്ല, ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന രീതിയാണ്. അതിലാണ് എല്ലാ സദ്ദാം ഹുസൈൻ്റെ ഇറാഖിനെ ഒറ്റ തിരിഞ്ഞാണ് ആക്രമിച്ചത്. ഇറാഖ് ഒറ്റപ്പെട്ടു പോയി, ബാക്കിയുള്ളവർ ഒരേ സംഘത്തിലേക്ക് ചേർന്നു. അതല്ല അവിടെ നടന്നത്. ഇനി ലിബിയയിലേക്ക് ഗഡർ ഗദ്ദാഫിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടു പോയി. ഈജിപ്തിലെ ഹുസ്നി മുബാറക്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒറ്റപ്പെട്ടുപോയി. സിറിയയിലെ വിഷയം വന്ന സമയത്ത് ഒറ്റപ്പെട്ടുപോയി. ഇങ്ങനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റഷ്യക്കും ചൈനക്കും നേർക്കുനേരെ അമേരിക്കയുടെ മുമ്പിൽ ഇറാൻ തകർന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ ഇപ്പോൾ പൂർണ്ണമായ രീതിയിൽ ഇറാനെ സഹായിക്കും. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ലോകത്തെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ പെട്രോളിയത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്കണോമിക്കൽ യുദ്ധം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്ന് ചുരുക്കം.